ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളാണ്. ഇപ്പോൾ രാവിലെ 6 മണി ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്ന് നമുക്കൊന്ന് ക്ഷേത്രത്തിലൊക്കെ പോകണം. പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആമിക്കിപ്പോൾ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അവളെ ഒന്ന് റിവിഷനൊക്കെ ചെയ്യണം. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി നിൽക്കും. ഫ്രഷ് എയറൊക്കെ ഒന്ന് കൊണ്ടതിന് ശേഷമാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മളിങ്ങനെ കിച്ചണിലേക്ക് ഓടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സായിരിക്കും. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മതി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളെയൊക്കെ ഒന്ന് നോക്കി ശുദ്ധമായ കാറ്റൊക്കെ ഒന്ന് ശ്വസിച്ചിട്ട് ഈ കിളികളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു റിലാക്സ് ആയിരിക്കും. പിന്നെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൾഡൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾ സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുണ്ട്, അതേപോലെ തന്നെ വെയിലുമാണ്. അപ്പോൾ ഇവിടെ ഈ മാസത്തിനെ പൊറട്ടാസി മാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊതുവിൽ ആളുകൾ അങ്ങനെ നോൺ വെജ് കഴിക്കുന്നൊരു മാസമല്ല, വെജിറ്റേറിയൻ ആണ് കൂടുതലും ആൾക്കാരും കഴിക്കുന്നത്. അപ്പം ഞങ്ങളും ഈ മാസം മാക്സിമം വെജിറ്റബിൾസ് മാത്രം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയുടെ മോളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൃതിക എന്നാണ് മോളുടെ പേര്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണേന്ന്. അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തായിരുന്നു കേട്ടോ. വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ വിഷ് ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കും ശരിക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പം ഞാൻ ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മോൾക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിലും മോളെ ഉൾപ്പെടുത്തണം. ഞാൻ ഉറപ്പായിട്ടും മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. മോളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ ആ ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നോക്കിയാൽ കമൻറ്റ് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് എന്നൊക്കെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരാളെ സഹായിക്കാനായിട്ട് സാമ്പത്തികമായി കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഉറപ്പായിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ. അപ്പം എന്നെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ പ്രാർത്ഥനയിലൂടെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പം നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും മോളെ ഉൾപ്പെടുത്തുക കേട്ടോ. ഇത് വേറെ ഒരു ഇതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ആ ചേച്ചി വിഷമം പറയുന്ന കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് വിഷമിച്ചേട്ടാ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളോട് എനിക്കത് പറയണമെന്ന് തോന്നി. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ എന്തായാലും രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് തൈര് സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ആമിക്കാണെങ്കിലും എക്സാം ആയതുകൊണ്ട് രാവിലെ റിവിഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് അവളെ പഠിപ്പിക്കണം. അപ്പോൾ അവൾക്കും നമുക്കും വേണ്ടിയിട്ടുള്ള ലഞ്ച് ഒരുമിച്ച് അങ്ങ് ചെയ്യും കേട്ടോ. പിന്നെ വാഴയ്ക്ക ഫ്രൈ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു കഞ്ഞിയാണ്. ഇത് കറുപ്പ് കവനി റൈസാണ്. അത് ഇവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ അരിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2-3 ടൈപ്പിലുള്ള അരികൾ നമുക്കിങ്ങനെ ഓർഗാനിക് ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. രാവിലെ ഈ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഒരുപാട് അതിനകത്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ബാപ്ലൈ സാമ്പാർ റൈസിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കറുപ്പ് കവനി റൈസും ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കും, ചിലപ്പോൾ രാവിലെ കുടിക്കും. അപ്പം ഞാനത് കുക്കറിലിട്ട് കുറച്ച് ജീരകവും നല്ല ജീരകവും കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടാണ്, അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടാണ് അത് വേവിക്കാനായിട്ട് വെച്ചത് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസോളമാണ് എടുത്തത്. അപ്പം തന്നെ വേവിച്ചപ്പോൾ ഇത്രയും കിട്ടി. ഏകദേശം ഒരു 6-7 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടാണ് കുക്കറിലിട്ട് ഒരു 4 വിസിൽ കേൾപ്പിച്ചാണ് വേവിച്ചെടുത്തത്. ഇനി നമ്മളത് കഞ്ഞിയാക്കുന്നതൊക്കെ ഞാൻ തുടരെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തന്നെ ഞാൻ വാഴയ്ക്ക ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഴയ്ക്ക ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അയൺ പാത്രത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ കുഴമ്പ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കായപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കഞ്ഞിക്കൊപ്പവും ചോറിനൊപ്പവും തൈര് സാധനത്തിനൊപ്പം ഒക്കെ കഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഇതുപോലെ കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ട്. അപ്പോൾ ശരിക്കും എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല കേട്ടോ രാവിലെ ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ കോലം ഒന്ന് വരച്ചിട്ടു. എനിക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് വരച്ചിട്ടത്.
പിന്നെ ആമിക്ക് ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് വിടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. അല്ലെങ്കിലും രാവിലെ വിളക്ക് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇടയ്ക്ക് വെച്ച് രാവിലെ വിളക്കൊന്നും വെക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഉറക്കം എഴുന്നേക്കാനും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. 6 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. 5 മണിക്കൊക്കെ എഴുന്നേറ്റുകൊണ്ടിരുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു റുട്ടീൻ എനിക്ക് തിരിച്ച് പിടിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഓവർ സ്ട്രെസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. എനിക്ക് ഒരു ഉറക്കം കറക്റ്റായിട്ട് മിനിമം ഒരു 6 അവറെങ്കിലും കംപ്ലീറ്റ് ചെയ്താലാണ് കറക്റ്റായിട്ട് എഴുന്നേൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നൈറ്റ് 12 മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ കിടക്കുമ്പോൾ. അതുവരെ ഞാനിങ്ങനെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഹസ്ബൻഡ് ആമിയെ കൊണ്ടുവിടാനായിട്ട് പോയി. പിന്നെ ഞാൻ വന്നിട്ട് ഇതുപോലെ കഞ്ഞി നോക്കിയപ്പോഴത്തേക്ക് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടോട് കൂടി തന്നെ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങ പാല് ചേർത്തിട്ടോ ചൂടോട് കൂടി അങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. ഇതാണ് കറുപ്പ് കവനി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഈ ലെങ്ത് ഉള്ള ഈ റൈസാണ്, കറുപ്പ് കളറാണ്. ശരിക്കും ഇതിന്റെ സ്കിന്നിലുള്ള ഒരു കറുത്ത കളറ് കാരണം നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. ക്യാൻസർ വരെ പ്രിവെന്റ് ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത് കാണിച്ചതിനെ മാപ്പിളയി സാമ്പാർ റൈസ് എന്ന് പറയും. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഒരു വ്ളോഗിൽ. രണ്ടും ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് എല്ലാവരും കുടിക്കാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ തൈരിൽ മിക്സ് ചെയ്തും കുടിക്കാം, തേങ്ങാപ്പാലിലോ തേങ്ങ അരച്ചൊഴിച്ചൊക്കെ കുടിക്കാം. പിന്നെ ഞാൻ കോവിലിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത് കേട്ടോ. റെഡിയായി ഇറങ്ങാനായിട്ട് നിന്നപ്പോഴത്തേക്കൊണ്ട് ഹസ്ബൻഡിന് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് വന്നേക്കാണ് ഓഫീസിൽ നിന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഉള്ള ഗ്യാപ്പിൽ ഡ്രസ്സുകളെല്ലാം മടക്കി വെച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ കിട്ടുന്ന ഒരു സമയവും ഞാൻ മാക്സിമം പാഴാക്കത്തില്ല, രാവിലത്തെ സമയം. കാരണം രാവിലെ നമുക്ക് നല്ല എനർജി ആയിരിക്കും ജോലികൾ ചെയ്യാനായിട്ട്. ബാക്കിയുള്ള സമയം അത്രത്തോളം നമുക്ക് ഇത് കിട്ടത്തില്ല. ഒരു ഉച്ച വരെയൊക്കെയാണ് എൻ്റെ ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്നൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അത് കൈയോടെ മടക്കി വെച്ചിട്ട് ഹസ്ബൻഡ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു അമ്മച്ചിയുടെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഇതുപോലെ നെയ്യ് വിളക്കൊക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പൂവ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു കളർ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം ഞങ്ങൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. കൃഷ്ണൻ കോവിലാണ്. അപ്പം ഇവിടെ കൃഷ്ണൻ കോവിലിനെ ഇവിടെ പറയുന്നത് പെരുമാൾ കോവിലെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് തെലുങ്ക് ആൾക്കാർ നടത്തുന്ന കോവിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളിത് ഇവിടുത്തെ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ചായി ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ചധികം വെജിറ്റബിൾസ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴെപ്പോഴും പോയി മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 2 ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഈ മാസം എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഇത് ഞാൻ കഞ്ഞി മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാൻ വേവിച്ച് വെച്ചിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടാണ് പോയത് കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്തു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതുപോലെ സവോള കട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചധികം തന്നെ തൈര് ചേർക്കുന്നുണ്ട്. ഞാൻ ഇത്തവണ തൈര് ചേർത്തിട്ടാണ് ഇത് കുടിക്കുന്നത്. ഇവിടെ ഇതിനെ കൂഴെന്നൊക്കെ പറയും. വെയിൽ സമയത്തൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് എന്തെങ്കിലും ഒരു അച്ചാറൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നല്ലോണം ഫില്ലിങ് ആവുകയും ചെയ്യും. ഞാൻ ഇതിന് 2 വാഴയ്ക്ക ഫ്രൈയും കൂടി എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 1-2 ഗ്ലാസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുടിക്കുവാണ്. അതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഡീപ്പ് ക്ലീനിങ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഞാൻ മാസത്തിൽ 1 തവണയാണ് ചെയ്യുന്നത്. അന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. റീസെൻ്റ് ആയിട്ട് എനിക്കൊരു കമൻറ്റ് വന്നതാണ് ഇതുപോലെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട്. ഒരു 2 വർഷത്തിന് മുന്നേ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു അടുക്കും ചിട്ടയോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയായിരുന്നു എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്.
മാനസികമായി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ഒന്നും അല്ല, പുറത്തു നിന്നുള്ള പല പല ആളുകളിൽ നിന്നും ഞാൻ നേരിട്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലരും വന്നു പോകാറുണ്ടല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നൊക്കെ ഇത്രയും ബോൾഡൊന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് മറ്റൊരാളോട് എതിർത്ത് നിൽക്കേണ്ടത് അങ്ങനെയൊന്നും അറിയാത്ത ഒരാളായിരുന്നു. പിന്നെ കുറേ ഞാൻ സ്വയം മാറുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ജീവിതത്തിൽ ഏതോ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അപ്പം ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മറ്റുള്ളവരെ എപ്പോഴും തൃപ്തിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയം ഞാൻ പാഴാക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധം തോന്നി തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ കൂടുതൽ ഈശ്വരനോടാണ് എൻ്റെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാം പറയാറുള്ളത്. മനുഷ്യരോട് പറയുന്നേക്കാളും എനിക്ക് കൂടുതൽ കുറച്ച് ആശ്വാസം കിട്ടുന്നത് ഭഗവാനോട് പറയുമ്പോഴാണ്. എൻ്റെ ഉള്ളിലൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മുടെ സങ്കടങ്ങൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ കുറേ ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുകയും ഞാൻ എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഞാൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ സന്തോഷമില്ലാതെയാണ് ഞാൻ ജീവിച്ചു പോരുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ തന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പം ഞാൻ അതിനാദ്യം കണ്ടുപിടിച്ചത് എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാം എന്നുള്ളതാണ്. സമാധാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ കാമായിട്ട് വെച്ചേക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലൊരു സോളുണ്ട്. നമ്മുടെ ആ ഒരു സോള് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുകയും മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ പോവാതിരിക്കുകയും മറ്റുള്ളവർ എന്നെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഞാൻ അവരിൽ നിന്നും അകന്നു തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ജീവിതത്തിൽ സമാധാനം എനിക്ക് തനിയെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാത്തിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ നമ്മളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പക്ഷേ പിന്നീട് നമ്മൾ അതിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് ആ ഒരു പഴയ സ്റ്റേജിലേക്ക് പോകത്തില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് വിജയിച്ചൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും നമ്മൾ ആരെയൊക്കെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നമ്മളെയാണ് സന്തോഷിപ്പിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ജനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് കേട്ടോ. അതായത് മറ്റുള്ളവരാണ് നമുക്ക് സന്തോഷം തരുന്നതെന്നും മറ്റുള്ളവരിലാണ് നമ്മുടെ സന്തോഷം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും വളരെ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എപ്പോഴൊക്കെയോ എനിക്ക് മനസ്സിലായി ഒരിക്കലുമല്ല. ചുറ്റുമുള്ള എല്ലാവരും അല്ലെങ്കിലും ഒരു മെജോറിറ്റി ആൾക്കാരും കുറേ അധികം സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കാര്യങ്ങൾ കാണാനും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ അതിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം മറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണെങ്കിൽ പോലും എപ്പോഴും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഒരു ഹോബി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സമാധാനമായിട്ട് ഒന്നിരുന്ന് ചിന്തിക്കുക. നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർക്ക്, പക്ഷേ നമുക്കതൊരു വലിയ കാര്യമായിരിക്കും സന്തോഷം തരുന്നത്. ചിലപ്പോൾ നമ്മളൊന്ന് വെറുതെ ഇരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നതായിരിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ലീനിങ് ചെയ്യുന്നതും വ്ലോഗ് എടുക്കുന്നതും പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നതും പിന്നെ കുറേ നേരം ഇങ്ങനെ ആരോടും സംസാരിക്കാതെ മിണ്ടാതെ കാമായിട്ട് ഇരിക്കുന്നതും ഇതൊക്കെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ അതിനൊക്കെ സമയം കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. നമ്മൾ അങ്ങനെ മാറ്റി വെക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്നും കുറ്റബോധമായിരിക്കും. നമുക്ക് ചുറ്റും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഇനി ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു ഉറപ്പ് വരുത്തണം. അതൊക്കെയാണ് നമുക്ക് നമ്മളെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ പീസ്ഫുൾ ആവുകയും അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്
ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തായിരിക്കും പോകുന്നതല്ലേ. ചില പ്രശ്നങ്ങളിൽ നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാനും ഒരുപാടൊക്കെ പതറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് അത് ഈശ്വരന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം ഈശ്വരനിൽ വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമുക്കൊരു ധൈര്യവും നമുക്ക് പ്രശ്നങ്ങളെ മറികടക്കാനുള്ളൊരു ഇതൊക്കെ കിട്ടും. പിന്നെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടോ ഒന്നും മാറുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ സ്ട്രോങ് ആവാനായിട്ട് നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിക്കണം. നമ്മളൊരു തീരുമാനം എടുക്കണം. ഇനി മുതൽ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ എന്നെ പിടികൂടില്ല, ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കും എന്നൊക്കെ. അതിന് നമുക്ക് ചെറിയ യോഗയോ മെഡിറ്റേഷനോ എക്സസൈസോ അല്ലെങ്കിൽ ജേണൽ എഴുതുകയോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിനെതിരെ റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നും അതിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടതെന്നും ഞാൻ പഠിക്കുകയുണ്ടായി. സൈക്കോളജിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആരോട് നിങ്ങൾ ചോദിച്ചാലും അവർ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഒരിക്കലും എടുത്തു ചാടി അതിനെതിരെ റിയാക്ട് ചെയ്യരുത്. അതിന് പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 1, 2, 3 തവണ നമ്മൾ മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാനായിട്ട് പറ്റും കേട്ടോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നമ്മൾ സൈലൻ്റായിട്ട് കാമായിട്ട് ഇരിക്കുക. പക്ഷേ പിന്നീട് നമുക്ക് അവർ ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നൊക്കെ പുറത്ത് വന്നതിന് ശേഷം നമുക്ക് സമാധാനമായിട്ട് അതിനുള്ളൊരു മറുപടി പറയാം. ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ആളാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും അവരെ നമ്മൾ ഒഴിവാക്കുകയും വേണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് നാളെ ഒരു കുറ്റബോധം ഉണ്ടാവാനും പാടില്ല. കാരണം നമ്മൾ ദേഷ്യത്തിൽ എടുക്കുന്നൊരു തീരുമാനം അല്ലത്. നമ്മൾ വളരെ ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഇതുപോലുള്ള ചെറിയ ബ്രീതിങ് എക്സസൈസ്, സ്ക്വയർ ബ്രീത്തിങ് പോലുള്ള ടെക്നിക്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കാമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒരു 5-10 മിനിറ്റെങ്കിലും നിങ്ങൾ കാമായിട്ട് ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക. അതിന് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സമാധാനം ഇങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത്. ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പം അത് ഞാൻ പതിയെ കുറയ്ക്കാനായിട്ട് തുടങ്ങി. എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ചുറ്റുമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവർക്ക് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി. അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങി. എൻ്റെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അറിയാതെ എൻ്റെ ലൈഫിലേക്ക് സമാധാനം വന്നു ചേരുകയാണ് ചെയ്തത്. നമ്മൾ ഒരിക്കലും പിന്നെ നമ്മുടെ ലൈഫ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്ക് ദൈവം തന്നതിലെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ സന്തോഷവതിയായിരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ തൃപ്തരായിട്ടിരിക്കുക. എപ്പോഴും ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് കാണാനും കേൾക്കാനും നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. ശാരീരികമായി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഈശ്വരൻ തന്നിട്ടില്ല. അങ്ങനെ ഉള്ളിടത്തോളം കാലം നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു അവയവത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. ഞാൻ ഒരുപാട് തവണ അങ്ങനെ ചിന്തിച്ച് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും കയ്യിലൊരു ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ദൈവമേ, നമുക്ക് ആ ഒരു വിരൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ മുറിവ് ഇല്ലാതിരുന്നപ്പോൾ ഞാൻ എത്ര ആക്റ്റീവായിട്ടാണ് എൻ്റെ ജോലികൾ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്തുമാത്രം സന്തോഷവതിയായിരുന്നു. ഇന്നിപ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ. ശരിക്കും നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില ഓർക്കുന്നത് അല്ലേ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് പ്രപഞ്ചശക്തിയോടോ അല്ലെങ്കിൽ ഈശ്വരനോടോ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ നമുക്കിപ്പോൾ വലിയ പണമോ സ്വത്തോ കാറോ വീടോ ബംഗ്ലാവോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിലല്ല ഒരു മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് ആരോഗ്യപരമായിട്ടൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും കിട്ടത്തില്ലല്ലേ. അപ്പം നമ്മൾ കിടന്നുറങ്ങുന്ന വീടിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ആഡംബര കാര്യങ്ങളിലോ ഒന്നുമല്ല നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മൾ ആരോഗ്യവതിയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാണ്
അതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യവാനാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളോടാണെങ്കിലും നമ്മുടെ സർവേശ്വരനോടാണെങ്കിലും പ്രപഞ്ചശക്തിയോടാണെങ്കിലും ഒക്കെ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നാളെ നമുക്ക് ഇല്ലാതാകും എന്നുള്ളത്, ഈ സമയം കടന്നു പോകും എന്നൊരു ചിന്ത മാത്രം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നിങ്ങളോട്, ഒരിക്കലും നമ്മുടെ ലൈഫിലെ സന്തോഷമോ സങ്കടമോ ഒന്നും തന്നെ നിരന്തരം അല്ല. ജീവിതം അങ്ങനെയാണല്ലേ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാനും എൻജോയ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. നാളെ നമുക്ക് എല്ലാം ഉണ്ടായിട്ട് സന്തോഷിക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനവും സന്തോഷവും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മളെ തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കണം, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പം അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന വഴികളെന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരെ എന്തെങ്കിലും പറയാനും വഴക്കടിക്കാനും ഒന്നും നമ്മൾ പോകണ്ട. കർമ്മ എന്ന് പറയുന്നൊരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നാളെ അവർക്കുള്ളത് ഈശ്വരൻ കൊടുക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കർമ്മഫലം എന്ന് പറയത്തില്ലേ, ആ ഒരു കാര്യം എനിക്ക് വളരെയധികം വിശ്വാസമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി നമ്മുടെ ഒരു കൊച്ചു ലോകത്ത് അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കും, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.